ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് നമുക്ക് സൺ ടാന് വേണ്ടിയിട്ടുള്ളൊരു റെമഡിയാണ് കേട്ടോ. പെട്ടെന്ന് നമ്മൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും വെയിലൊക്കെ കൊണ്ട് മുഖമൊക്കെ ഒരു ഡള്ളായിരിക്കും. മുഖം മാത്രമല്ല നമ്മുടെ കൈയും കാലൊക്കെ പെട്ടെന്ന് ഡള്ളായിരിക്കും എന്തറിയാൻ പറ്റും. അപ്പോൾ അത് വീട്ടിൽ തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് എളുപ്പ വഴിയുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ഗ്ലാസ് പാലിൽ ഒരു 3 ടീസ്പൂണല്ല 3 സ്പൂണ് അരിപ്പൊടി ഇടുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. കുഞ്ഞു കുട്ടികൾക്ക് കുറുക്ക് ഉണ്ടാക്കില്ലേ, പാപ്പ ഉണ്ടാക്കുന്ന പോലെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറുകി കിട്ടും. അപ്പോൾ നമുക്കതൊന്ന് കുറുക്കിയെടുത്തിട്ട് കാണിച്ചു തരാം. ഇതേ പാലും അരിപ്പൊടിയും കൂടിയിട്ട് ഞാനിങ്ങനെ കുറുക്ക് പോലെ എടുത്തപ്പോൾ ഇതുപോലെ ക്രീം പോലെ കിട്ടിയിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 1/4 ഗ്ലാസ് പാലിൽ ഒരു 3 സ്പൂൺ അരിപ്പൊടി ഇട്ട് കുറുക്കിയെടുത്തതാണ്. അത് നമുക്ക് ആവശ്യത്തിന് ഒരു പാത്രത്തിലോട്ട് ഇതുപോലെ മാറ്റി വയ്ക്കാം. ഇത് മുഖത്ത് മാത്രമല്ല കേട്ടോ, കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് വെയിൽ കൊണ്ട് കരുവാളിച്ച് എവിടെ വേണമെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്യാം, നല്ലതാണ്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ നമ്മൾ ഡള്ളായിരിക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇത് അതുപോലെ ഒരു ഹാഫ് തക്കാളിയില്ലേ, ടൊമാറ്റോ ജ്യൂസാണ്, ഒരു ഹാഫ് ടൊമാറ്റോ എടുക്കുക, അതുപോലെ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തതാണ്. അത് നമുക്ക് ആ ഒരു ജ്യൂസ് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറുക്കിയെടുത്ത് വെച്ച അരിപ്പൊടിയും പാലും ആ ഒരു പേസ്റ്റിലോട്ട് നമുക്ക് തക്കാളി നീര് ആഡ് ചെയ്ത് കൊടുക്കാം. ഹാഫ് തക്കാളിയാണ് കേട്ടോ, ഇത്രയും ഹാഫ് മതിയാവും. നമുക്കതൊരു മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഒരു 2-3 സ്പൂണ് ഈ ഒരു റെമഡിയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. രണ്ടും കൂടെ നല്ല മിക്സ് ചെയ്തെടുത്തപ്പോൾ ഇങ്ങനെ നമുക്കൊരു ക്രീം പോലത്തെ ഒരു ചെറിയ റോസ് കളറിൽ ഒരു ക്രീം പോലെ കിട്ടും. അത് നമുക്ക് മുഖത്തും എവിടെയാണെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അത് മുഖത്താണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഹലോ, അപ്പോൾ അതേ ഇതുപോലെ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുഖത്ത് മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ നെറ്റിയിലും കവിളത്തും മൂക്കത്തും താടിയിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ മുഖത്ത് മാത്രമാണ് ചെയ്ത് കാണിക്കുന്നത്. കയ്യിലും കാലിലും ഒക്കെ ചെയ്യാം, നല്ലതാണ്. അതുപോലെ നല്ല അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു 2-3 മിനിറ്റ് അങ്ങനെ വെക്കുക. അപ്പോൾ അത് ഒന്ന് നോർമലായിട്ട് ഇങ്ങനെ സ്കിന്നിലോട്ട് വലിഞ്ഞു പോണ പോലെ തോന്നും. അധികം ഡ്രൈ ആവണ്ട. എന്നിട്ട് നമ്മൾ 2 കൈയും വെച്ചിട്ട് ഇതുപോലെ നല്ല മുഖം മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 5-6 മിനിറ്റെങ്കിലും മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മുഖമൊക്കെ വെയിലത്ത് പോയി ഇങ്ങനെ കരുവാളിച്ചിരിക്കില്ലേ, സൺ ടാനൊക്കെ അടിച്ചിട്ട്. അപ്പോൾ നമുക്ക് അത് ആ ഒരു ഡിസ്കളറേഷനൊക്കെ പെട്ടെന്ന് വരാതിരിക്കാനും ഉള്ളത് പോകാനൊക്കെ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുഖം നല്ലോണം മസാജ് ചെയ്യുന്നുണ്ട്. ഒരു 5-6 മിനിറ്റ് മസാജ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം കേട്ടോ. ഇടയ്ക്ക് നമ്മുടെ കൈ ഒരു തണുത്ത വെള്ളത്തിൽ അങ്ങനെ മുക്കിയിട്ട് ആ കൈ വെച്ചിട്ട് വേണം അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാൻ. മിനിറ്റായിട്ട് ഞാനിങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത്, ഇത് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. ഒരു ബൗളിൽ കുറച്ച് തണുത്ത വെള്ളം എടുക്കുക. എന്നിട്ട് അതിലൊരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഒരു ബനിയൻ ക്ലോത്തോ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു പ്യുവറായിട്ടുള്ളൊരു തുണി എടുക്കുക, അല്ലെങ്കിൽ കോട്ടൺ എടുക്കുക. എന്നിട്ട് അത് ആ വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് ഈ മുഖത്തെ നമ്മൾ മസാജ് ചെയ്ത ആ ഒരു മിക്സ് വൈപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ കോട്ടണാണ് എടുത്തിരിക്കുന്നത്. കോട്ടൺ ഇതുപോലെ ഒരു തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് മുഖം മൊത്തം ആ ഒരു മിക്സ് വൈപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ വൈപ്പ് ചെയ്തെടുത്താൽ മതി. നിങ്ങളിലുള്ളൊരു കോട്ടൺ വെച്ചതുപോലെ വൈപ്പ് ചെയ്തെടുക്കുക. വാഷ് ചെയ്ത് കളയണ്ട. അവസാനം നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഇനി ഒരു സ്റ്റെപ്പും കൂടി ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് വാഷ് ചെയ്ത് കളയാം. കുറച്ച് കൂടുതൽ കോട്ടൺ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചെടുക്കും, പിന്നെ അതിങ്ങനെ
വൈപ്പ് ചെയ്തതിന് ശേഷം മുഷിയുമ്പോൾ കളയും, പിന്നെ പുതിയതെടുക്കും. അങ്ങനെ മൊത്തം മുഖത്തത്തെ വൈപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പം മുഖമൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. ഞാനെല്ലാം അതൊക്കെ മൊത്തം തുടച്ച് കളഞ്ഞു. അപ്പം മുഖം ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഹാഫ് തക്കാളിയും കൂടിയാണ്. നേരത്തെ പകുതി തക്കാളിയില്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ, അതിൻ്റെ ബാക്കി ബാലൻസ് പകുതിയും കൂടി ഉണ്ടാവില്ലേ, അതെടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഒരു ഹാഫ് തക്കാളി എടുക്കുക. എന്നിട്ട് അതൊന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നീരൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വരും. അതിന് മുകളിൽ ഇതേ പഞ്ചസാരയാണ് ഞാൻ കുറച്ചിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ കുറച്ച് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഇങ്ങനെ ഇതിന് ചുറ്റും നമുക്ക് ആ ഒരു ഷുഗർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി വേണ്ടത് ഹണിയാണ്. ഹണി ഒരു ചെറിയ ടീസ്പൂൺ മതി കേട്ടോ. അതിൻ്റെ ഒരു 1/4 ഭാഗം മതിയാവും. ഇതുപോലെ കുറച്ചെടുത്തിട്ട് അതിന് മുകളിൽ ആ പഞ്ചസാരയും ഹണിയും കൂടിയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അത് വെച്ചിട്ട് നമ്മൾ മുഖം മൊത്തം നല്ലോണം മസാജ് ചെയ്യണം. പിന്നെയും ഒരു 3 to 4 മിനിറ്റ്സ് പിന്നെയും മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. താടിയിലും കവിളിലും മൂക്കത്തും മൂക്കിൻ്റെ സൈഡിലും നെറ്റിയിലും എല്ലാം നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കഴുത്തിലും കാലിലും കൈകളിലും എവിടെ വേണമെങ്കിലും നേരത്തെ ആ ഒരു റെമഡി ചെയ്തതിന് ശേഷം ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ എവിടെയാണെങ്കിലും നമ്മൾ ചെയ്യണം. ഇപ്പം ഞാൻ മുഖത്ത് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളി, ഹണി, ഷുഗർ, പിന്നെ റൈസ് ഫ്ലോർ, മിൽക്ക്, ഇതെല്ലാം നമ്മുടെ സൺ ടാൻ റിമൂവ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. പുറത്തൊക്കെ പോയി വന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പം ഇതിൻ്റെ എഫക്റ്റ് അറിയാൻ പറ്റും. ഞാൻ ചെയ്യാറുള്ളതാണ്. നമ്മളെപ്പോൾ പുറത്ത് പോയി വന്നാലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൺ ടാൻ അടിച്ച് നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡാമേജ് ആവാൻ ഭയങ്കര സാധ്യത കൂടുതലാണ്. സൺസ്ക്രീനൊന്നും എല്ലാവരും ഇപ്പോൾ യൂസ് ചെയ്യണമെന്നില്ല. ചിലർ മാത്രമേ യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൺ ടാൻ അടിച്ചിട്ടുള്ള ഒരു ഡാമേജ് നമുക്ക് എന്തായാലും സ്കിന്നിൽ വരാതിരിക്കില്ല. അത് വരാതിരിക്കാനുള്ളത് മാറാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലോണം ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടൊമാറ്റോ ഒക്കെ വെച്ചിട്ട് നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞ് 2 സ്റ്റെപ്സും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഒരു ജെല്ല്, ടൊമാറ്റോയും ഹണിയും ഷുഗറൊക്കെ വെച്ചിട്ട് നമ്മൾ മസാജ് ചെയ്തല്ലോ, ആ ഒരു ജെല്ലോട്ടെ ഡ്രൈ ആവുന്നവരെ അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒരു കോട്ടൺ വെച്ചിട്ട് വീണ്ടും കുറച്ച് തണുത്ത വെള്ളത്തിൽ മുക്കുക. പിന്നെയും നമുക്ക് മുഖത്തുള്ള ഒരു ജെല്ല് വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അവസാനം കഴുകി കളഞ്ഞാൽ മതി. ഫേസ് വാഷും പിന്നെ സോപ്പും ഒന്നും യൂസ് ചെയ്യണ്ട. വെറുതെ പ്യുവറായിട്ടുള്ള വാട്ടറിൽ വെറുതെ വാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ മുഖത്തുനിന്ന് അതെല്ലാം വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുഖമൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ പുറത്ത് പോയി വന്നതാണ്, അതുകൊണ്ട് ചെയ്തപ്പോൾ നിങ്ങൾക്കും കൂടി വീഡിയോ എടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ മുഖത്തൊക്കെ ഒരു കരുവാളിപ്പൊക്കെ പോയി ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാവരും ചെയ്ത് നോക്ക് കേട്ടോ. ഇനി ഞാൻ അവസാനം മുഖം ഒരു 10-15 മിനിറ്റിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം.